നമ്മുടെ സ്വന്തം മലപ്പുറത്തെ കോട്ടയ്ക്കലിൽ പുത്തൂർ ഗ്രൗണ്ടിൽ ഒരു അടിപൊളി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ജനുവരി 31 തീയതിയാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം 10 കോടി രൂപ ചെലവിൽ ഒരു അണ്ടർ വാട്ടർ ടണലും കടൽ മത്സ്യത്തിന്റെ അക്വേറിയം വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് റോബോ ഡോഗ്സ്, കൺസ്യൂമർ സ്റ്റാൾസ്, എക്സിബിഷൻ, മാജിക്, ബട്ടർഫ്ലൈ ഗാർഡൻ, അക്വേറിയത്തിനുള്ളിൽ കിടക്കുന്ന പൂച്ച, ഇതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഫാമിലിക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഫെസ്റ്റ് തന്നെയാണിത്. ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൗണ്ടിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെസ്റ്റിലേക്ക് കയറിയാലോ. ദ ഓഷ്യൻ അണ്ടർ വാട്ടർ എന്നാണ് ഫെസ്റ്റിന്റെ. ഒരാൾക്ക് റേറ്റ് 150 ഞങ്ങൾ 2 ടിക്കറ്റ് ആണ് എടുത്തത്. കയറി വരുമ്പോ തന്നെ ഒരു ആമേന്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല അക്വേറിയം, അതായത് കടലിലൊക്കെ വന്ന് നിൽക്കുമ്പോ നല്ല തണുപ്പ് തോന്നില്ലേ, അതുപോലുള്ള. ഇതിന്റെ ഉള്ളിലെ എയർ കൂളർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കടലിന്റെ അടുത്തൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സെൽഫി പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് സെൽഫി ഒക്കെ എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു സെൽഫി പോയിന്റ് തന്നെ ഇവർ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫി എടുക്കാം. അതിന്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അതെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ കുരുവികൾ, തത്തകൾ, അതിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് അകത്തോട്ട് കയറുന്നതിന് ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ വന്ന് പറക്ക് ചെയ്യും. നമ്മളെ അടുത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഫുഡൊക്കെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. അകത്ത് റോബോട്ട് ഉണ്ട്, അത് നമ്മൾ തൊടുകയും കൈ തൊടുന്നൊക്കെ ചെയ്യണം. നമുക്കത് കണ്ടാലോ. അതെ ഫ്രണ്ട്സിന് ഉള്ളിൽ റോബോട്ട് ഉണ്ട്, അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈവൻ റോബോട്ട് ഡോഗ് അങ്ങനെയാണ് ഇതിന്റെ പേര്. അപ്പോൾ അത് നമ്മളിങ്ങനെ തൊടുകയും നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തരും. അത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു, പാട്ടിനനുസരിച്ചൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് കൈ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ നമുക്ക് ജസ്റ്റ് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ, ഫാമിലിയായിട്ട് വന്നാലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഫെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം, നമ്മുടെ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ. ഈ മത്സ്യങ്ങളെ കാണുമ്പോഴായാലും ഈ റോബോട്ടിൻ്റെ അടുത്ത് എല്ലാം നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതെന്തായാലും. റോബോട്ടുകൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഈ ഫെസ്റ്റിലാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഇങ്ങനെ നമസ്കാരം എന്ന് പറയില്ലേ, അതുപോലെ കൈ ഇങ്ങനെ ആക്കണമൊക്കെയാണ് നമുക്ക് തോന്നിയത്. റോബോട്ടിൻ്റെ ഡാൻസ് ഒക്കെ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല ഡാൻസ് ഒക്കെ കളിക്കുന്ന സീനുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇനി നമുക്ക് കയറി ഒന്ന് നോക്കിയാലോ. ഉള്ളിലേക്ക് വലിയൊരു ഗാർഡൻ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനും പൂന്തോട്ടം ഇല്ലേ, അതിൽ തന്നെ പൂമ്പാറ്റകൾ, ചെടികൾ, അങ്ങനെ പൂക്കൾ, അതിൻ്റെ നല്ലൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാവുന്നതാണ്. ഞങ്ങളൊരു 6 മണി 6:30 ടൈമിലാണ് പോയത്. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ വ്യത്യസ്ത കളറിലുള്ള പൂക്കൾ, സൂര്യകാന്തി പൂവ്, അതുപോലെ തന്നെ ഡാലിയ, പിന്നെ റോസാപ്പൂ, അങ്ങനെ പല തരത്തിലുള്ള പിക്കുകളല്ല ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോയി നിന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. 3D പോലെയാണ്, ഒറിജിനാലിറ്റി നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂമ്പാറ്റകൾ, വണ്ടുകൾ, അപ്പോൾ തേനീച്ചകൾ, അതിൻ്റെയൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആണങ്ങുന്നൊക്കെയുണ്ട്, അത് കറണ്ടിലാണ്. അപ്പോൾ നമുക്ക് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സെൽഫിയൊക്കെ എടുക്കാവുന്നതാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സെൽഫി എടുക്കാവുന്നത്. അപ്പോൾ മോനെ ഇങ്ങനെ കെട്ടിയിട്ട് 2-3 ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫാമിലീസിനൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇവിടെ വന്നാൽ നല്ല ഒരു വൈബായിരിക്കും നമുക്ക് തോന്നുന്നത് തന്നെ. അപ്പോൾ ഇവിടെ കൂടുതൽ സെൽഫി പോയിന്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളെ നിർത്തി എല്ലാവർക്കും ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇവിടെ തന്നെ ആനിമൽസ് അതും ഉണ്ട് കേട്ടോ. അതിൽ തന്നെ എലിഫൻറ്റ്, പിന്നെ ടൈഗർ, അങ്ങനെ പല ടൈപ്പിലെ ആനിമൽസ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുകയും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിനി അക്വേറിയമാണ് കാണാൻ കഴിയുന്നത്. അത് വലിയ ഒരു അക്വേറിയം തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കടലിലുള്ള എല്ലാ മത്സ്യങ്ങളും, മിക്ക മത്സ്യങ്ങളും ഉണ്ട്. ഫസ്റ്റിൽ കാണുന്ന ഷാർക്കാണ്. അപ്പോൾ ഷാർക്കിനെ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ പലതരത്തിലുള്ള ഫിഷ്
അപ്പോൾ പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു, വാവു നമ്മുടെ സീഡി മീനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ആനച്ചവിട്ടിയില്ലേ, അതാണെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. അതറിയാവുന്ന ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പല ടൈപ്പിലുള്ള മീനുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കടൽ മത്സ്യങ്ങളാണ്. അപ്പോൾ കടലിനുള്ളിലുള്ള മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ അക്വേറിയത്തിൽ ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ വലിപ്പം കൂടിയ മീനാണ് അത്. ആദ്യം ഫസ്റ്റ് എടുത്തത് ചെറിയ മീനായിരുന്നു. അതിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നത്. ഇത് തെരണ്ടി മീനില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാല് കണ്ടില്ലേ, വാല് വലിപ്പമുണ്ട് വാലിന് നല്ലപോലെ. അപ്പോൾ നമ്മളിത് അല്ലാതെ മീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ജീവനോടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ഗ്ലാസ് തുരങ്കത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ അക്വേറിയം സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ തലേൻ്റെ മീതെ ഇങ്ങനെ മീനുകളൊക്കെ പോകുന്നുണ്ട്. അത് ആരാപ്പെരുമയാണ് ഫസ്റ്റ് കാണിച്ചത്. ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ മീനിൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, നെയിമൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. പിന്നെ ഇതൊക്കെ ചെറിയ മീനുകളാണ്. ഇതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ മീൻ കണ്ടപ്പോൾ. വേറെ ഒന്നുമല്ല, ചെറിയ പൊടി മീനുകൾ. ഇത് നല്ല കളറായിട്ടുള്ള മീനുകളാണ്. ഇത് നമുക്ക് നല്ല ഒരു വൈബ് തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മീനുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അത്രയ്ക്ക് നല്ല മീനുകൾ, ഒരുപാട് മീനുകളുണ്ട് അവിടെ തന്നെ. ഈ മീനില്ലേ, സീബ്ര മീൻ എന്നാണ് ഞാൻ അതിന് പേരിട്ട്. ഇതിൻ്റെ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞ കരിമീനാണെന്നാണ് പറഞ്ഞത്. ആലപ്പുഴക്കാരുടെ സ്വന്തം കരിമീനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് സീഡി മീനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പരന്ന മീനല്ലേ, ഈ ആനച്ചവിട്ടി മോഡലുള്ള അങ്ങനത്തെ മീനായതുകൊണ്ട് ഞാൻ സീഡി മീൻ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ അറിയില്ല അതുകൊണ്ടാണോ എന്ന്. ഗ്ലാസ് തുരങ്കം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. നമുക്ക് നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ മീനൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആരാപ്പെരുമയാണ്. ആരാപ്പെരുമേന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ ഫ്രണ്ട്സ്, മീനുകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവനില്ലാത്ത മീനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ജീവനുള്ള മീൻ തന്നെയാണ്. മീനുകളെല്ലാം ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ മീൻ നല്ല ഭംഗിയാണ്. തുരങ്കത്തിനുള്ളിലേക്ക് കയറി നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിരിക്കും. ഇത് സ്റ്റാർ ഫിഷ് ആണ്. സ്റ്റാർ ഫിഷ് ഒക്കെ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്. ഈ ക്രാബ്, വലിയ ക്രാബൊക്കെ ഞാൻ ഇതൊക്കെ വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ക്രാബൊക്കെ കാണുന്നത്. തല ഇങ്ങനെ ഉയർത്തി നോക്കുന്നുണ്ടായിരുന്നു. ഇത് വലിയ മീനാണ്, കരിമീൻ പോലെ തോന്നിയിട്ടുണ്ട്. കടലിനുള്ളില് പൂച്ച കിടന്നിറങ്ങിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അത് നമുക്ക് ഇവിടേക്ക് കണ്ടു നോക്കിയാലോ. ഇതിനുള്ളിൽ 2 പൂച്ചകളുണ്ടായിരുന്നു. ജീവനുള്ള പൂച്ചയാണെന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ പൂച്ചേനെ കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഇത് ഞങ്ങൾ ജസ്റ്റ് വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്. അത് ഈ 2 പൂച്ച ഉണ്ടായിരുന്നേ. ഇത് ഈ താജ്മഹലിൻ്റെ കൂട്ടൊരു അക്വേറിയം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. അതായത് കടലിനുള്ളിൽ ഒരു കൊട്ടാരം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം കഴിക്കാനുള്ളതൊക്കെ ഐസ്ക്രീം പഴയ സാധനം കൊണ്ടുവന്ന് 2500 രൂപ കൊടുത്താല് നമുക്ക് ഇവിടെ എയർ കൂളറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. എങ്ങനാ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട. പനി ജലദോഷം വേണ്ട, ഐസ് വേണ്ട, തണുത്ത കാറ്റ് കിട്ടും. പക്ഷേ വെള്ളം വേണ്ട. വെള്ളം ഒഴിക്കുന്ന കൂടുതൽ പനി ജലദോഷം ഒക്കെ ഉണ്ട്. അതെല്ലാവരും ആരും ഉപയോഗിക്കത്തില്ല. അതെല്ലാം റിട്ടേൺ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ 180 ഡിഗ്രി കറങ്ങുന്ന ടൈപ്പ് അതുണ്ടോ. അപ്പോൾ 90 ഡിഗ്രീസ് ലെഫ്റ്റും 90 ഡിഗ്രി റൈറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹാളിലേക്ക് ഒരെണ്ണം വെച്ചാൽ 75 വാട്ടേ ഉള്ളൂ. 17 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഒഴിവുകൊണ്ട് കണ്ടാത്തുള്ളൂ. ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. അതിന്റെ പ്രത്യേകത 24 hours ഉപയോഗിക്കും. എന്റെ ബോഡി ഹീറ്റ് ആകത്തില്ല. ഏത് ബോഡിയാണ്, എത്ര നേരം വേണം ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ താഴെ താഴെ പോകാം. എങ്ങനെ വേണം നോക്കാം. ചരിച്ച് പോകാൻ ചെറിച്ചിട്ട് പോകാം. ഇങ്ങനെ ബോഡി ഹീറ്റ് ആവില്ല. ബോഡിയാണ് ഇവിടെ ബുക്ക് കിട്ടാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കും. ഇപ്പൊ നമ്മള് 6900 വില വരുന്നത്. ഇവിടെ ഒന്നും കൊണ്ടുവരണ്ട. ഇത് കണ്ടില്ല, 6900 അതിന്റെ വില വരുന്നത്. അതിന് 3000 കുറച്ച് കിട്ടും. ബോട്ട് വരുന്ന 3990 വരത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമ്മൾ 500 അടുത്ത് ഇവിടെ ബുക്ക് ചെയ്യുക. ബാക്കി പൈസ പഴയ സാധനങ്ങൾ അവിടെ വീട്ടിലെത്തിക്കും പഴയ കൊടുക്കാം. ഈ ഫെസ്റ്റിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം കാണാനും വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇത് ശരീരത്തിന് വേദനയ്ക്കൊക്കെ പറ്റിയ മസാജ് ആണ്. എന്താ വെള്ളം വീണാല്
തെന്നി ഒന്നും വീഴൂല അല്ലേ? എത്ര ഇതിനാ? 2,500 കേട്ടോ റേറ്റ്. ഇതൊക്കെ ആവുമ്പോഴോ 1,600 കേട്ടോ. ഒരെണ്ണത്തിന് റേറ്റ് വരുന്ന 600. ഇത് എന്ത് ശർക്കരയാ? അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേദനയ്ക്കൊക്കെ ഉള്ളതാണ്. വയറുവേദന, പല്ലുവേദന, കഴുത്തുവേദന, നടുവേദന അതിനൊക്കെ പറ്റിയ ഒരു കൂളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹോട്ട് ആൻഡ് കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അത് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് ആണെന്ന് തോന്നുന്നു. പച്ചക്കറികൾ കൊണ്ടുള്ള വറ്റലുകളാണ്. അതായത് കൊണ്ടാട്ടം ഇല്ലേ, പാവയ്ക്ക കൊണ്ടാട്ടം, അങ്ങനെ പലതരത്തിലുള്ള വറ്റലുകളാണ്. ഇവിടെ തന്നെ ഹൽവേൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഹൽവ, ചക്ക ഹൽവ, അങ്ങനെ പലതരത്തിലുള്ള ഹൽവകൾ, കോഴിക്കോട് ഹൽവ ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ലവിന്റെ ആണേ. കുട്ടികൾക്കൊക്കെ പറ്റിയ ടോയ്സുകളും ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഈ പലതരത്തിലുള്ള അച്ചാറുകളാണ്. അപ്പോൾ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാം നല്ല അടിപൊളി അച്ചാറാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കാരക്ക, ഈത്തപ്പഴം, നാരങ്ങ മിക്സിൻ്റെ അച്ചാറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അത് നല്ല പുളി, എരിവ്, മധുരം എല്ലാം കൂടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ തരത്തിലുള്ള അച്ചാറുകളുണ്ട്. മുളക് അച്ചാർ, പപ്പായ അച്ചാർ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ചേന അച്ചാർ, അങ്ങനെ പല തരത്തിലുള്ളത്, ചെമ്മീൻ അച്ചാർ, മീനച്ചാറുകൾ, ചിക്കൻ, എല്ലാ ടൈപ്പിലുള്ള അച്ചാറുകളും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തു, അടിപൊളി. നല്ല അച്ചാറാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക്. ഇത് ചേന അച്ചാറ് എല്ലാ ടൈപ്പും ഉണ്ട്. മാംഗോ അച്ചാറ്, പപ്പായ, ഉപ്പ് നാരങ്ങ അറിയുണ്ട്. അത് വിൽക്കാൻ മേടിച്ചു ടെസ്റ്റ്. ഇത് കാരക്ക അച്ചാറ്, നമ്മുടെ ഈന്തപ്പഴ അച്ചാറ്, എല്ലാം അടിപൊളി കേട്ടോ. വെറുതെ പറയണല്ലോ, സൂപ്പർ അച്ചാറാണ്. ഈ പപ്പടത്തിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. പാലക്കാടൻ കൽപ്പാത്തി പപ്പടമാണ്. ഇത് പൊരിച്ച പപ്പടമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മിക്സഡ് ആയിട്ട് പപ്പടം ഇങ്ങനെ മിക്സഡ് പാക്കേജ് ആയിട്ടുണ്ട്. അതിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. അത് ബീട്രൂട്ടിൻ്റെ പപ്പടമാണ്. ഇത് ഫുള്ള് ഇത് മിക്സഡ് ആയിട്ടുള്ള, ഇത് ക്യാരറ്റ്, ബീട്രൂട്ട്, ചേന, അങ്ങനെ പലതരത്തിലുള്ള പപ്പടം വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ്. തോട് പോലെ കിടക്കണില്ലേ, അതൊരു സ്നാക്സ് ഐറ്റംസ് ആണ്. അപ്പോൾ അത് പൊരിച്ച സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ചെറുതല്ലേ, കക്കേൻ്റെ തോട് പോലെ. അത് സ്നാക്സിലേക്ക് വരുമ്പോൾ അത് നല്ല വലിപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിനൊക്കെ. ഇത് പാലക്കാട് നിന്ന് ഇവർ കൊണ്ടുവരുന്നതാണ് കേട്ടോ, ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. പലതരത്തിലുള്ള പഴയ കാലത്തിലുള്ള മിഠായികളുണ്ടായിരുന്നേ. മിച്ചർ മിഠായി, കപ്പലിൻ്റെ മിഠായി, എള്ളുണ്ട മിഠായി, അരിമിഠായി, അങ്ങനെ പല ടൈപ്പിലുള്ള മിഠായികളുണ്ടായിരുന്നു. തേമിഠായി, അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പിലെ മിഠായികളായിരുന്നു കൂടുതൽ. ജെല്ലി മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ട് അത് കണ്ടപ്പോൾ. ഇതിൽ ഏത് ബുക്ക് എടുത്താലും റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് ആണ്. ബുക്കിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 50 രൂപ റേറ്റാണ്. അത് നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ ചോക്ലേറ്റ് പലതരത്തിലുള്ള വൈറ്റ്, ഡാർക്ക്, ബ്ലാക്ക്, അങ്ങനെ പല ടൈപ്പിലുള്ള ചോക്ലേറ്റുകളുണ്ട്. വീട്ടുപകരണ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. തവകൾ, ചെറിയ തട്ക തവകൾ, അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ടോയ്സ്, എല്ലാ ടൈപ്പിലെ ടോയ്സുകളും ഇവിടെ ഉണ്ട്. ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ഫാൻറ്റസി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 99 രൂപയാണ് സ്റ്റാർട്ടിങ്. നമ്മൾക്ക് ആ 3D പോലെയാണ് മിറർ വന്നിട്ടുള്ളത്. അത് നമ്മളിങ്ങനെ കണ്ണി വെക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നാൽ തന്നെ നമ്മൾ ഈ കൊക്കയിലേക്ക് പോകണതും അതുപോലെ മൃഗങ്ങൾ എല്ലാം നമുക്ക് 3D ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ആ മോളോട് ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് കുട്ടി പറഞ്ഞത് കേട്ടോ. നമ്മളിൽ കൊടൈക്കനാലില്ലേ, ഗുണക്കവ, അവിടെയൊക്കെ പോയതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നതാണ്. കാരണം അതിൻ്റെ അങ്ങനത്തെ 3D ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇഗ്വാന ടൈപ്പാണ്. ഇഗ്വാന അതൊക്കെ നമുക്ക് എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കിടക്കുന്ന ആളെ കണ്ടോ, ചെറിയ പെരുമ്പാമ്പാണ്. അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ മിനിയൂട്ടി പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ആണ് ഇവിടെ. പിന്നെ ഇവിടെ ഇഗ്വാനേനെ നമുക്ക് ചെറിയ ഇഗ്വാനയുണ്ട്,
പിന്നെ വലിപ്പമുള്ള ഇഗ്വാനകളുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഈ കിളികൾ, തത്തകൾ അതിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണുകയും പഞ്ഞിമിഠായി ഒക്കെ കഴിക്കുകയും ചെയ്യാവുന്നതാണ്. ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ കഴുകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ. വയനാടൻ ആയുർവേദ കൊതുകുതിരി അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് പാലക്കാട്, വയനാട്, മലപ്പുറം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇതിനുള്ളിൽ. മലബാർ എക്സ്പോയിൽ തന്നെ പല തരത്തിലുള്ള ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഫെസ്റ്റ് ആണെങ്കിലും ഇതിനുള്ളിൽ തന്നെ പല ടൈപ്പിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഐസ്ക്രീമിന് റേറ്റ് വരുന്ന 80 രൂപ റേറ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന്റെ എടുക്കും ഷോർട്സ് പലതരത്തിലുള്ള ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വള എറിയുന്ന അത് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. അപ്പോൾ കുറേ പേരിങ്ങനെ എറിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കും അപ്പോൾ സെറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഗ്ലാസ്സിലേക്ക് ബോൾ എറിയുന്ന ഗെയിമും ഉണ്ട്. അതും 2-3 പേരിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സെറ്റായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് പറ്റി ട്രെയിനിലൊക്കെ ഇങ്ങനെ കയറണതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 7 രൂപ റേറ്റാണ്. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 80 രൂപയാണ്. സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 60 രൂപ റേറ്റാണ്. ഈ കടൽക്കുതിരയില്ലേ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. കപ്പലാണ്. അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്ത് 150 രൂപയുള്ളെങ്കിലും നല്ലപോലെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മോനിക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇങ്ങനെയുള്ളടത്ത് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരിതാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.